എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബാക്ക് വാട്ടർ ലൈഫാണ് ചെയ്യുന്നത്. ഒരു പുഴയുടെ ദൃശ്യം, ഒരു ചെറിയ കൈത്തോട്, ഒരു സ്ത്രീ നിന്ന് തുണി അലക്കുന്നുണ്ട്. ആ ഒരു ദൃശ്യമാണ്. ഞാൻ പേപ്പറിന് നടുഭാഗത്തായിട്ട് ആദ്യം ഒന്ന് പേപ്പർ ഒന്ന് വെള്ളം കൊണ്ടൊന്ന് നനച്ചിട്ട് അതിനകത്തേക്ക് ഇൻഡിഗോ ബ്ലൂവും കുറച്ച് ക്രിംസൺ റെഡും കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് ആകാശത്തിൻ്റെ ഷേപ്പിൽ, ഞാൻ മേഘങ്ങളുടെയൊക്കെ ഷേപ്പിൽ ഒന്ന് വാഷ് ചെയ്യുകയാണ്. അത് ഏകദേശം ആ ദൂരക്കാഴ്ചക്കരയുടെ അറ്റം വരെ എത്തും. അതിനുശേഷം അവിടെ നിർത്തിയിട്ട് ബ്രഷ് കൊണ്ട് പതുക്കെ ഒന്ന് തുടച്ചെടുക്കും കളർ. അതായത് സൂര്യരശ്മി വന്ന് വീഴുന്നത് പോലെ ഒന്ന് ബ്രഷ് കൊണ്ട് തുടച്ചെടുക്കും. അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്തെടുത്താൽ ശരിക്കും റേസ് വന്ന് വീഴണ ഒരു ഫീൽ ഉണ്ടാവും. ഇതിപ്പോൾ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ഫ്ലാറ്റ് സ്റ്റേബിൾ ഹെയർ ബ്രഷ് വെച്ചിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് അത് ഉണങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ചെടുത്ത് ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് അത് ഡ്രൈ ആക്കാൻ വെക്കണം. ഇപ്പോൾ ഡ്രൈ ആയതിനു ശേഷം ഞാൻ ലെമൺ യെല്ലോ എടുത്തിട്ട് കുറച്ച് ദൂരക്കാഴ്ചയിൽ കുറച്ച് ചെടികളുടെ ദൃശ്യം പോലെ ഉണ്ട്. അതിന് ലെമൺ യെല്ലോ കൊടുക്കുകയാണ്. ലെമൺ യെല്ലോ കൊണ്ട് ഫസ്റ്റ് വാഷാണ്. ഇതിൽ ഞാൻ അധികം കളേഴ്സ് ഉപയോഗിക്കുന്നില്ല. ലെമൺ യെല്ലോ ഉണ്ട്, പിന്നെ ലെമൺ യെല്ലോ ഉണ്ട്, പിന്നെ ഇൻഡിഗോ ഉണ്ട്, പിന്നെ ക്രിംസൺ റെഡ്. അങ്ങനെ കുറച്ച് കളേഴ്സ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പെയിൻറ്റിങ് ഇവിടെ തീർക്കുന്നത്. ഇപ്പോൾ ലെമൺ യെല്ലോൻ്റെ കൂടെ ഇൻഡിഗോ ചേർത്തപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പച്ച കിട്ടി. ആ പച്ച കൊണ്ട് അങ്ങേ ദൂരം ഈ കരയുടെ അങ്ങേ ഭാഗത്തുള്ള ദൃശ്യങ്ങളൊക്കെ ചെയ്യണം. ഇടവിട്ട് ഇൻഡിഗോയും ചെറിയും അതിൻ്റെ കൂടെ ലെമൺ യെല്ലോയും ചെയ്യും. കൂടിയും കുറഞ്ഞും. ഒരു വീടുണ്ട്, ആ വീടിൻ്റെ ഭാഗം ഒഴിച്ചിട്ടാണ് ബാക്കി ചെയ്യണത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഇപ്പോൾ ഇൻഡിഗോ കൊണ്ട് ചെയ്യുന്നുണ്ട്. ഒരു തെങ്ങുണ്ട്, ആ തെങ്ങിൻ്റെ ഭാഗം ഒഴിച്ചിട്ടിട്ട് ബാക്കി ചെയ്യണം. ഇപ്പോൾ വീടിൻ്റെ ഓടിൻ്റെ കളറിന് ബേൺഡ് സിയന കൊണ്ട് ചെറിയ ഒരു വാഷ് കൊടുക്കുകയാണ്. ബേൺഡ് സിയന ഓടിൻ്റെ ഷേപ്പ് ഭാഗത്ത് മാത്രം. ആ ബേൺഡ് സിയനയിലേക്ക് കുറച്ച് ഇൻഡിഗോ കൂടി ചേർത്തിട്ട് വീടിൻ്റെ നമ്മളെ ഫേസ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് മാത്രം ഒന്ന് കളർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യും. അതോടൊപ്പം അത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് താഴെയായിട്ട് ലെമൺ യെല്ലോയും ബേൺ സിയനയും കൂടി ചേർത്തിട്ട് ചെറിയൊരു വാഷ് കൊടുത്ത് വീണ്ടും ലെമൺ യെല്ലോ ചെയ്ത് അങ്ങനെ കളറ് മാറി മറിഞ്ഞും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഗാംബോ ജെല്ലോ ചേർത്തിട്ടാണ് ചെയ്തത്. ആ ലെമൺ യെല്ലോൻ്റെ കൂടെ കുറച്ച് ഗാംബോ ജെല്ലോ ചേർത്തിട്ടുണ്ടായി. ലെമൺ യെല്ലോ, ഗാംബോ ജെല്ലോ. ഇനി നമുക്ക് ഇടതുവശത്ത് കാര്യങ്ങൾ ചെയ്യാം. ഇടതുവശത്ത് ബേൺ സിയനയുടെ കൂടെ കുറച്ച് ഇൻഡിഗോ ബ്ലൂ കൂടി ചേർത്തിട്ട് ചെറിയതായിട്ടൊന്ന് വാഷ് ചെയ്ത് അതിനുശേഷം ബേൺ സിയന കൊണ്ട് മാത്രം ഒരു വാഷ് കൊടുത്ത് ഒരു ചെറിയ ഒരു കര പോലെ ഉണ്ടാക്കിയാണ് ആ ഭാഗത്ത്. ഇനി അതിൻ്റെ റിഫ്ലക്ഷൻ എടുത്ത് താഴത്തേക്ക് കൊടുത്തിട്ട് ലെമൺ യെല്ലോ എടുത്തിട്ട് ആ ഭാഗത്ത് മുകൾ ഭാഗത്തുള്ള കുറച്ച് തെങ്ങിൻ്റെ മരങ്ങളുടെയൊക്കെ ഒരു കൂട്ടം പോലെ വരച്ചു കൊടുക്കുകയാണ്. ലെമൺ യെല്ലോയും ഇൻഡിഗോയും ചേർത്തിട്ടാണ്. വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. സോഫ്റ്റ് കളറാണ്. ലെമൺ യെല്ലോ, ഇൻഡിഗോ. എന്നിട്ട് ചെറിയൊരു മരം പോലെ ഷേപ്പിലാണ് ചെയ്തത്. എന്നിട്ട് അതിന് കുറച്ച് ബ്രാഞ്ചും എൻ്റെ തടിയും വരച്ച് വെക്കുകയാണ്. അതിനുപയോഗിക്കുന്ന കളറ് ഇൻഡിഗോയാണ്. എന്നിട്ട് അതിൻ്റെ ഡെൻസിറ്റി ഒന്ന് കുറച്ച് കുറയ്ക്കാനായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ഒപ്പിയെടുക്കുകയാണ്. ഇത് വളരെ പ്രഭാതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് സൂര്യപ്രകാശം നേരിട്ട് വന്ന് വീഴുന്ന ഒരു രീതിക്കാണ് ഞാനത് ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെയൊക്കെ ഭാഗത്തുള്ള ചെറിയ മരങ്ങളും ഇലകളൊക്കെ ചെയ്യാം. അതിന് ബേൺ സിയന, ലെമൺ യെല്ലോ, പിന്നെ അതിൻ്റെ കൂടെ ഇൻഡിഗോ, ഇത്രയും ചേർത്തിട്ട് ചെറിയൊരു സ്ട്രോക്ക് കൊണ്ട് ഇലകളും ചെറിയ മരത്തിൻ്റെ തണ്ടുകളൊക്കെ വരയ്ക്കുകയാണ്. കൂടുതൽ കളേഴ്സ് ഉപയോഗിക്കണമല്ലോ ഇവിടെ. ചെറിയ സ്ട്രോക്സ് കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ ധ്വനിപ്പിക്കുന്നത്. അതാണ്. ഈ തോടിൻ്റെയൊക്കെ പറമ്പിൽ പൂപ്പരത്തി എന്ന് പറഞ്ഞ മരമുണ്ട്. ആ പൂപ്പരത്തിയുടെ ഒരു
രീതിയിലാണ് ഞാൻ മരങ്ങൾ, ചായച്ച മരങ്ങളൊക്കെ വരച്ചിരിക്കുന്നത്. ലെമൺ യെല്ലോ, ഇൻഡിഗോ. ചെറിയ സ്ട്രോക്സ് മാത്രം, വലിയ ഡെൻസിറ്റി കൂട്ടി കളർ വെക്കണില്ല, കളർ അടച്ച് കളയണില്ല, കളർ കൊണ്ട് ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള വാഷ് ചെയ്യണം. അത് വീടിന് ചുറ്റും ആ കളേഴ്സ് തന്നെ. അതെല്ലാം ഇൻഡിഗോയും ലെമൺ യെല്ലോയും മാറി മറിഞ്ഞുമാണ്. ഇനി തെങ്ങ് വരയ്ക്കാം. തെങ്ങിന് ആദ്യം ബേൺ ചെയ്യാൻ വളരെ ലൈറ്റായിട്ട് കൊടുത്തിട്ട് വളരെ സോഫ്റ്റായിട്ട് ബേൺ ചെയ്യാൻ വെള്ളം കൂട്ടി, എന്നിട്ട് താഴെ എത്താറാകുമ്പോഴേക്കും കുറച്ച് ഇൻഡിഗോ കൂടി ചേർത്തിട്ട് ചെയ്യണം. ഇൻഡിഗോയുണ്ട്, ബേൺ ചെയ്യാനുണ്ട്. അതുപോലെ സെയിം കളർ കൊണ്ട് ബേൺ ചെയ്യാൻ ഇൻഡിഗോ കൊണ്ട് ബാക്കിയുള്ള കുറച്ചും കൂടി മരങ്ങളും കൂടി ചേർത്ത് വെക്കാം, മരങ്ങളുടെ തടികൾ കൂടി. ഇനി ബേൺ സീന എടുത്തിട്ട് ബേൺ സീന, ഇൻഡിഗോ, കുറച്ച് പെയിൻസ് ഗ്രേ എടുത്തിട്ട് വീടിൻ്റെ റൂഫിൻ്റെ ഭാഗത്ത് ചെയ്യാം. ബേൺ സീന ആദ്യം ചെയ്യണം. ബേൺ സീനയുടെ കൂടെ ഇൻഡിഗോ, പെയിൻസ് ഗ്രേ ലൈറ്റാക്കി എടുത്തിട്ട് ഓടിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ കളർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ബേൺ ചെയ്യുന്ന പെയിൻസ് ഗ്രേഡ് ലൈറ്റ് വാഷ് എടുത്തിട്ട് താഴത്തേക്കൊന്ന് ഷാഡോ പോലെ കൊടുക്കുകയാണ്. അതിന് ജനലിനും കൊടുക്കുന്നത് ബേൺ ചെയ്യുന്ന പെയിൻസ് ഗ്രേ, ഇൻഡിഗോയാണ്. ജനലും വാതിലും എല്ലാം ആ സെയിം കോമ്പിനേഷനാണ്. പെയിൻസ് ഗ്രേ, ബേൺ ചെയ്യുന്ന ഇൻഡിഗോ. ആ ഭാഗത്ത് വീടിൻ്റെ ചുമരിന് നമ്മൾ കളർ കൊടുക്കണില്ല, അവിടെ ലൈറ്റ് വന്ന് നേരിട്ട് വീഴുകയാണ്. എന്നിട്ട് വീട്ടിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് ബേൺ സിയനയുടെയും ഇൻഡിഗോയുടെ ചെറിയൊരു വാഷ്, ഒരുപാട് ഡാർക്ക് സ്കൂട്ടറിനില്ല, വളരെ ചെറിയൊരു വാഷ്. എന്നിട്ട് ആ ഓടിൻ്റെ ഭാഗം കൊണ്ട് തിരിച്ചെടുക്കുകയാണ്. ഇനി ലെമൺ യെല്ലോട് കുറച്ചും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കും മുൻഭാഗത്ത്, വീടിൻ്റെ മുൻഭാഗത്തുള്ള പുല്ലിന്. ലെമൺ യെല്ലോൻ്റെ കൂടെ ബേൺ സിയന കൂടി ചേർത്തിട്ടാണ്. ലെമൺ യെല്ലോ, ബേൺ സിയന. ആ തുണി അലക്കണ സ്ത്രീയുണ്ട്, ആ സ്ത്രീയുടെ ശരീരം ഒഴിച്ചിട്ടിട്ട് ബാക്കി ഭാഗത്താണ് ഈ ബേൺ സിയന, ലെമൺ യെല്ലോ. അത് തന്നെ റിഫ്ലക്ഷനായിട്ട് താഴത്തേക്കും കൊടുക്കാം. ബേൺ സിയന, ലെമൺ യെല്ലോ. ഇത് ചെറിയ കൽപ്പടവ് പോലെയുണ്ട്. അതിന് ബേൺ സീനയുടെ കൂടെ കുറച്ച് പെയിൻസ് ഗ്രേ കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം. കൽപ്പടവുകൾ, ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന കൽപ്പടവുകളാണ്. ഇനി നമ്മൾ തൊട്ട് മുമ്പിലുള്ള പുല്ലുകൾ തെളിച്ചെടുക്കുക. അതിന് ഞാൻ ഗാംബോ ജെല്ലോ എടുത്തിട്ടുണ്ട്, ബേൺ സീന എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ബേൺ സീന കൂടി ചേർത്തിട്ടുണ്ട്. ഗാംബോ ജെല്ലോ, ലെമൺ യെല്ലോ, ബേൺ സീന. എന്നിട്ട് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള വീടിൻ്റെ ചേർന്നുള്ള ഭാഗത്തുള്ള പുല്ലുകൾക്ക് കൊടുക്കുകയാണ്. അവിടെ ഒരു കൈതച്ചെടിയും കൂടെ വരയ്ക്കാനുണ്ട്, കൈതച്ചെടി. അപ്പോൾ അത് ഈ ബേൺ സീനയുടെയും ലെമൺ യെല്ലോൻ്റെ കോമ്പിനേഷനിലാണ് അത് ചെയ്യുന്നത്. കൈതച്ചെടി വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഒന്ന് രണ്ട് സ്ട്രോക്ക് കൊണ്ട് നമുക്ക് അതിന് ഫീലിംഗ് കിട്ടും. മുകളിൽ ചെല്ലുമ്പോൾ കളർ ലൈറ്റ് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം തളിരില എപ്പോഴും ലൈറ്റ് ആയിട്ടായിരിക്കും, ബാക്കിയുള്ളത് ഡാർക്ക്നെസ് കൂടിയിരിക്കും. അത് പല ഷേപ്പിൽ തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് ഈ കൈതച്ചെടി വരയ്ക്കാം. അതിന് കൃത്യമായിട്ട് നിയതമായിട്ടൊരു ഷേപ്പില്ല.
ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് പൊങ്ങിയിട്ട് ഒന്ന് ഒടിഞ്ഞ് താഴത്തേക്ക് വീഴും എന്നുള്ള ആ ഒരു ഷേപ്പ് മാത്രം മനസ്സിൽ കണ്ടാൽ മതി. അത്രയ്ക്ക് എളുപ്പമാണ്. എന്നിട്ട് അതേ കളർ കൊണ്ട് തന്നെ, അതായത് ഇൻഡിഗോയും ലെമൺ യെല്ലോയും കൊണ്ട് തന്നെ താഴത്തേക്കും കൂടി ലയിപ്പിച്ചെടുക്കുക. താഴത്തെ പുല്ലും കൂടി ആ കളറിൽ ചെയ്യണം, ഇൻഡിഗോയും ലെമൺ യെല്ലോയും. ഒരു ബക്കറ്റ് ഉണ്ട്, ആ ബക്കറ്റിന് പ്രഷ്യൻ ബ്ലൂ എടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വാഷ് ചെയ്യാം. പ്രഷ്യൻ ബ്ലൂ. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ഒഴിച്ചിടാം, ലൈറ്റ് വന്ന് വീഴണ ഭാഗം ഇടതുവശം. അതിൻ്റെ റിഫ്ലക്ഷൻ നേരെ താഴത്തേക്ക് പുഴയിലേക്ക് വീഴ്ത്തി കൊടുക്കാം. അതുപോലെ ഇടതുവശത്ത് നമുക്ക് ബേൺസ് ചെയ്യുന്ന ഇൻഡിഗോ ബ്ലൂ അതിനും കൂടി ചേർത്തിട്ട് ഇടതുവശത്ത് കുറച്ച് ഡെൻസിറ്റി കൂട്ടി ഉള്ള കളറാണ് വേണ്ടത്. പക്ഷെ തൽക്കാലം ഞാനിപ്പോൾ വാഷ് പോലെ കൊടുക്കുകയാണ്. പിന്നീട് നമുക്ക് ഡെൻസിറ്റി കൂട്ടി കൊടുക്കാം. ഇൻഡിഗോ ബേൺസ് ചെയ്യാൻ അതിൻ്റെ കൂടെ പെയിൻറ്റ്സ് ഗ്രേ വെച്ചിട്ട് ചില ബ്രാഞ്ചുകളും കൊടുക്കുകയാണ്. അപ്പോൾ ബേൺസ് ചെയ്യുന്ന ഇൻഡിഗോ കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മരങ്ങളുടെ സജഷൻ വെച്ചിട്ട് പെയിൻറ്റ്സ് ഗ്രേ കൊണ്ട് അതിന് ഡാർക്ക് ടോൺ കൊടുക്കുകയാണ്. പെയിൻറ്റ്സ് ഗ്രേ, ബേൺസ് ചെയ്യുന്ന ഇൻഡിഗോ, അതാണ് ഇടതുവശത്തെ മരങ്ങളുടെ കളറ്. കാരണം അവിടെ സൂര്യപ്രകാശത്തിന് ബ്ലോക്ക് ചെയ്ത് നിൽക്കണ ഒരു കുറച്ച് ഇലക്കൂട്ടങ്ങൾ, മരത്തിൻ്റെ കൂട്ടങ്ങളാണ് അത് കാണുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ലെമൺ എല്ലാം കൊടുക്കേണ്ട കാര്യമില്ല, അത് ഡാർക്ക് ടോൺ ആയിരിക്കും. അതാണ് ഞാൻ മാക്സിമം ഡാർക്ക് ടോൺ കിട്ടാനായിട്ട് പെയിൻറ്റ്സ് ഗ്രേയും ബേൺസ് ചെയ്യുന്നതും ഇൻഡിഗോയും ചേർക്കുന്നത്. അത് ഇടവിട്ട് ശരിക്കും ബ്രഷ് സിക്സ് ആഗ് പോലെ ചലിപ്പിച്ചെടുത്താൽ നല്ല ബ്രാഞ്ചിന് സജഷൻ വരും, ബ്രാഞ്ചുകളുടെ. എന്നിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ താഴ്ത്തി കൊടുത്താൽ ആ ഭാഗത്തെ കാര്യങ്ങൾ തീർന്നു. ബേൺസ് ചെയ്യുന്ന ഇൻഡിഗോ ആൻഡ് പെയിൻറ്റ്സ് ഗ്രേ. ഈ കുറച്ച് ഗാംബോ ജെല്ലോ എടുത്തിട്ട് ഇടതുവശം തോണ്ടി കൊടുക്കുക. അതുപോലെ വലതുവശത്ത് ഗാംബോ ജെല്ലോയുടെ കൂടെ ബേൺസ് ചെയ്യുന്ന ചേർത്തിട്ട് ഒരു ഉണങ്ങിയ ഓലയുടെ സജഷൻ ഉണ്ട്, ഉണങ്ങിയ ഓല. അപ്പോൾ അതിന് ഗാംബോ ജെല്ലോ ബേൺസ് ചെയ്യുന്ന കുറച്ച് പെയിൻറ്റ്സ് ഗ്രേയും ഡാർക്ക് ടോൺ വരാനായിട്ട്. ഇങ്ങനെ ഉണങ്ങിയ തൂങ്ങി നിൽക്കുന്ന ഒരു ഓലയാണത്. അതിൻ്റെ ഒപ്പം ആ തെങ്ങിൻ്റെ തടിയും ചേർത്ത് വെക്കാം. കാരണം തെങ്ങിൻ്റെ തടി ടോപ്പിൽ തുടങ്ങാൻ നേരത്ത് നമുക്ക് പെയിൻറ്റ്സ് ഗ്രേയും ബേൺസ് ചെയ്യുന്നോട് ചേർത്ത് ഡാർക്ക് ടോൺ ആക്കണം. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ബേൺസ് ചെയ്യുന്ന മാത്രം. അപ്പോൾ കളറിൻ്റെ ടോൺ വേരിയേഷൻ അവിടെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. രണ്ട് വശത്തും രണ്ട് ഉണങ്ങിയ ഓല കൊടുക്കണം. അതിന് ബേൺസ് ചെയ്യുന്ന ഗാംബോ ജെല്ലോ, അത് ഓരോ തീരണ ഓരോ താഴ്ഭാഗത്ത് പെയിൻറ്റ്സ് ഗ്രേ. അടുത്ത ഓരയ്ക്കും പെയിൻറ്റ്സ് ഗ്രേയും ഇൻഡിഗോയുമാണ്. പെയിൻറ്റ്സ് ഗ്രേ, ഇൻഡിഗോ. വലതുവശത്തുള്ള ഓലയ്ക്കും പെയിൻറ്റ്സ് ഗ്രേ ആണ്. പെയിൻറ്റ്സ് ഗ്രേയും ബേൺസ് ചെയ്യുന്ന ഇൻഡിഗോ. ഈ ബക്കറ്റ് സെക്കൻഡ് വാഷ് ചെയ്യാം. അത് പ്രഷറിൻ്റെ കുറച്ച് ഡെൻസിറ്റി കൂട്ടിയെടുത്തിട്ട് ഒരു സൈഡ് മാത്രമായിട്ട് കൊടുക്കാം ബക്കറ്റിൻ്റെ. അതോടൊപ്പം ബക്കറ്റിൻ്റെ ഹാൻഡിലും കൂടി വരയ്ക്കണം. ഇത് നേരത്തെ ചെയ്ത കൈതടൊക്കെ കുറച്ചും കൂടി ഷേപ്പ് കൂട്ടിയെടുക്കാൻ ഇടതുവശത്തും വലതുവശത്തും നമ്മുടെ തൊട്ട് മുമ്പുള്ള കാഴ്ചകൾ ഒന്നും കൂടി ഡാർക്ക് ടോൺ കൊടുത്തെടുക്കാം. ശരിക്കൊന്ന് ഉണങ്ങിയെന്ന് നോക്കിയിട്ട് വേണം അടുത്ത വർക്ക് ചെയ്യാനായിട്ട്. കാരണം ഈ രണ്ട് ഭാഗങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ലേഡിയുടെ കളറാണ്, അതിന് ക്രിംസൺ റെഡാണ് എടുക്കുന്നത്. ക്രിംസൺ റെഡ് വളരെ ലൈറ്റാക്കി എടുത്തിട്ട്
അവരുടെ ഒരു നൈറ്റി ആണ് അവരുടെ വേഷം. ആ നൈറ്റി അവർ വലിച്ച് നടുഭാഗത്ത് കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതോടെ ചെറിയൊരു ഞൊറിവ് വേണം. എന്നിട്ട് സ്ത്രീയുടെ വലത് ഭാഗത്തായിട്ട് നമുക്ക് ഡാർക്ക് ടോൺ കൊടുക്കാം. ഇടതുവശം കുറച്ച് ലൈറ്റ് കളർ ഒഴിച്ചിടണം. ക്രിംസൺ റെഡ് ആണ്. ആ കളറിൻ്റെ താഴത്തേക്ക് റിഫ്ലക്ഷൻ പോലെ കൊടുത്തു വെക്കാം. ക്രിംസൺ റെഡ് ആകുമ്പോൾ പെയിൽ റോസിൻ്റെ എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. റിഫ്ലക്ഷൻ ഞാൻ ആദ്യം താഴത്തേക്ക് ഒന്ന് പതുക്കെ വാഷ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ഡെൻസിറ്റി കൂട്ടി കളർ വെച്ച് കൊടുത്തിട്ട് ബ്രഷ് ചലിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ്. എന്നിട്ട് ആ കളറുകൾ രണ്ട് വശത്തേക്കും മെർജ് ചെയ്യിക്കണം, ബ്ലെൻഡ് ചെയ്ത് വെക്കണം. ഇപ്പോൾ താഴത്തേക്കുള്ള റിഫ്ലക്ഷൻ ചെയ്യാൻ ബേൺസ് ഇൻഡിഗോയും ക്രിംസൺ റെഡുമാണ്. ഇൻഡിഗോ, ക്രിംസൺ റെഡ്, ലെമൺ യെല്ലോ, ആ കളറാണ് താഴത്തേക്ക് റിഫ്ലക്ഷൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇടതുവശത്തും ഇൻഡിഗോയും ക്രിംസൺ റെഡും കൂടി ചേർത്തിട്ട് വെള്ളത്തിൽ ചെറിയ ചെറിയ സ്ട്രോക്സ് കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ ഒരു കളർ വരുന്ന രീതിയിൽ ഇൻഡിഗോ ഉണ്ട്, ക്രിംസൺ ഉണ്ട്. അത് ആ ദൂരേക്ക് ചെല്ലുന്നതോറും വളരെ ലൈറ്റായിട്ട് കളർ വരണുള്ളത്. നമ്മുടെ മുമ്പിൽ മാത്രമാണ് കുറച്ചെങ്കിലും കളർ ഉള്ളത്. മുകളിലുള്ള എന്തെല്ലാം കളറുണ്ട് ആ കളേഴ്സെല്ലാം താഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് ലയിപ്പിച്ച് കൊടുക്കണം. ഇനി ഇടതുവശത്ത് കരക്ക് ഒന്നും കൂടി ഡാർക്ക്നെസ് കൂട്ടിയാണ് താഴ്ഭാഗത്തായിട്ട്. അതിന് പെയിൻറ്റിനെ മാത്രം എടുത്തിട്ട് ആ താഴത്തുള്ള ലെഫ്റ്റ് സൈഡിലെ ഭാഗങ്ങളും അതിൻ്റെ മരങ്ങളുടെ കൊമ്പുകളും ശിഖരങ്ങളും എല്ലാം ആ ടോൺ കൊണ്ട് ഡാർക്ക് ചെയ്തെടുക്കുകയാണ്. ഡാർക്ക് ടോൺ ആക്കി എടുക്കുകയാണ്. അതുപോലെ വലതുവശത്ത് ആ കരയുടെ ഭാഗവും ജസ്റ്റിഫൈ ചെയ്തെടുക്കണം. ആ കൈതയൊക്കെ ഒന്നും കൂടി ഡാർക്കൻ ചെയ്യണം. അതിനൊക്കെ തേർഡ് വാഷാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ അവിടെയും കുറച്ച് ഒരു ചെറിയ പുൽക്കൂട്ടം പോലെയുണ്ട്, അതും ചെയ്തെടുക്കാം. ഈ കുറച്ച് വെർമിലിയൻ റെഡ് എടുത്തിട്ട് ചെറിയ ചുവന്ന പൂക്കൾ മാതിരി, ഈ തോട്ടുറമ്പിലൊക്കെ ചുവന്ന പൂക്കളും ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ചുവന്ന പൂക്കൾ വരാവുന്ന രീതിയിൽ വെർമിലിയൻ റെഡ് എടുത്തിട്ട് ചെറിയ സ്പോട്ടുകൾ കൊടുക്കുകയാണ്. ആ സ്ത്രീ ഒരു തുണി ഇടത്തെ കൈ പിടിച്ചിട്ടുണ്ട്, അതും കൂടി ഇപ്പോൾ ചെയ്യാം. അതിന് ബ്രൗൺ ബേഡ്സിൻ്റെ കളർ കൊണ്ട് ആ ഒരു തുണി വരയ്ക്കുകയാണ്. ഇനി ഒരു തല പതുക്കൊന്ന് നനച്ചിട്ട് പെയിൻറ്റ് സ്പ്രേ എടുത്തിട്ട്, അത് വീട്ടിൽ നിൽക്കുന്ന സ്ത്രീയാണ്, അപ്പോൾ വലിയ ഫാഷനബിളൊന്നും അല്ല മുടി കെട്ടാനായിട്ട്. മുടി സാധാരണ ഒരുമാതിരി ഒന്ന് കെട്ടിയിട്ടൊക്കെയാണ്, ഇത്രയേ ഉള്ളൂ. അത് ചെയ്തത് മുടി വരച്ചത് പെയിൻറ്റ് സ്പ്രേ വെച്ചിട്ടാണ്. ഇത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള കുറച്ച് ചെറിയ സ്ട്രോക്സ് ഒക്കെ കൊടുത്ത് ആ സ്ത്രീയുടെ കയ്യിൻ്റെ കുറച്ച് കളർ കൊടുക്കാം. ബേൺസ് ചെയ്യുന്നുണ്ട്. അവർ കൈ പിടിച്ചിട്ട് തുണിയുടെ കൈയിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് താഴത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബക്കറ്റിനൊക്കെ റിഫ്ലക്ഷൻ കൊടുക്കണം. മുമ്പിലുള്ള ആ പുഴയുടെ ഡെൻസിറ്റി, കളറിൻ്റെ ഡെൻസിറ്റി കുറച്ചുകൂടി കൂട്ടി കൊടുക്കുക. അതിന് ക്രിംസൺ റെഡും ഇൻഡിഗോയും കൂടി ചേർത്തിട്ടാണ്. അത് ബ്രഷ് പ്രത്യേക താളത്തിൽ ഞാൻ ചലിപ്പിക്കണം. മാറിയും മറിഞ്ഞും ഇടത് വലത്ത് ഭാഗത്തേക്ക് മാറിയും മറിഞ്ഞും ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രോക്ക് കൊണ്ടാണ് ഈ പുഴയുടെ വെള്ളത്തിൻ്റെ ഓളങ്ങൾ ചെയ്യുന്നത്. ഇൻഡിഗോയും ക്രിംസൺ റെഡുമാണ്.
അത് വന്നിട്ട് ചില ഭാഗത്തൊന്ന് ഡാർക്കൻ ചെയ്യും. അതുപോലെ കുറച്ച് താഴത്തേക്ക് കുറച്ച് ലൈൻസ് വളച്ച് കൊടുക്കുകയാണെങ്കിൽ പുഴയില അതിൻ്റെ റിഫ്ലക്ഷൻ പോലെ തോന്നുകയും ചെയ്യും. ഈ കരയിലെ മരങ്ങളുടെ റിഫ്ലക്ഷൻ പോലെ തോന്നുകയും ചെയ്യും. കുറച്ച് ബേൺ സീൻ എടുത്തിട്ട് അതിന് ഒരു ഭാഗം, പുല്ലിൻ്റെ ഒരു ഭാഗം ഒന്ന് ഡെൻസിറ്റി കൂട്ടാം. വളരെ സോഫ്റ്റായിട്ട് ഒരു 70% വെള്ളം 30% കളറുള്ള ആ ബേൺ സീനിയുടെ പാച്ചിന്. എന്നിട്ട് ആ സെയിം കളർ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില പാച്ചസ് കൊടുക്കണം. മൊത്തം ഒരു ഇൻട്രസ്റ്റ് കിട്ടാനായിട്ടാണ്. ഇനി പോസ്റ്റർ വൈറ്റ് എടുത്തിട്ട് ഹൈലൈറ്റ് കൊടുക്കാം. വേണ്ട ഭാഗങ്ങളിൽ മാത്രം ഹൈലൈറ്റ്. പോസ്റ്റർ വൈറ്റാണിത്. വളരെ ഷാർപ്പായിട്ട് വൈറ്റ് വീഴേണ്ട ചില പോയിൻറ്റ്സുകളിൽ ചെറിയ സ്ട്രോക്സ് കൊടുത്ത് ആണ് ഈ കാര്യം ചെയ്യേണ്ടത്. അത് പോസ്റ്റർ വൈറ്റാണ്. ആ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഭാഗത്തും കയ്യിലും തലമുടിയിലൊക്കെ ചെറിയ സ്പോട്ടുകൾ കൊടുക്കാം. അതുപോലെ വെള്ളത്തിലും ഈ സ്ട്രോക്സ് കൊടുക്കാം. വൈറ്റ് സ്ട്രോക്സ് കൊടുത്താൽ ഓളത്തിന് കുറച്ചും കൂടി ഒരു സജീവമായിട്ട് കിട്ടും. അതാണ്. അങ്ങനെ ചെറിയ ചെറിയ ഈ സ്പോട്ടൊക്കെ ചെയ്ത് നമുക്ക് പെയിൻറ്റിങ് അധികം ഓവർ ആക്കാതെ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇത് ചെയ്യാൻ പോയാൽ ഒരുപാട് തോണ്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്താൽ പെയിൻറ്റിങ് ഡാമേജ് ആവും. അപ്പോൾ ഇതിപ്പോൾ നിർത്താൻ പറ്റിയ കറക്റ്റ് സന്ദർഭമാണ്. നമുക്കിപ്പോൾ ഇത് നിർത്താം. ഒരു കുട്ടനാടിൻ്റെ പുഴയുടെ ദൃശ്യം, ഡെയിലി ലൈഫ് ഓഫ് ബാക്ക് വാട്ടേഴ്സ് എന്നുള്ളത് പറയാൻ, ഡെയിലി ലൈഫ് ഓഫ് കുട്ടനാട് എന്ന് പറയാം. അങ്ങനത്തെ ഒരു പെയിൻറ്റിങ്ങാണിത്. ഈ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.